വിസ കഴിഞ്ഞു, ഫ്ലൈറ്റ് വെച്ച് കിട്ടിയതാ. മലയാളിയാ, മലയാളികളെ വിശ്വസിക്കാനേ കൊള്ളില്ല. അതുകൊണ്ട് ഞാൻ എന്റെ സെൽ നമ്പർ തെറ്റിച്ചാ കൊടുത്തത്. എടാ കഴിവേറി, നിന്റെ ഭാര്യ പാവം ശ്രേയ നിന്നെ ഹരിചന്ദ്ര മഹാരാജാവിനേക്കാൾ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഇനിയും അവരെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ഫോട്ടോസ് എന്തായാലും ഞാൻ അവരുടെ കൈ കൊടുക്കും. കൊടുത്തോ? അപ്പൊ ഞാൻ അവളോട് പറയും, എയർപോർട്ടിൽ കാൽ വഴുതി വീണ എന്നെ ഒരു സഹോദരി താങ്ങിയെടുത്ത് നടത്തുന്നതാണെന്ന്. ശ്രേയക്ക് എന്നോടുള്ള സിമ്പതി കൂടും. നിന്നെ സ്വപ്നം കണ്ട് നടന്നപ്പോഴാണ് ശ്രേയെ ഞാൻ സ്റ്റെപ്പ് തെറ്റി വീണെന്നും കൂടി പറഞ്ഞാൽ ഡബിൾ സിമ്പതി. ബൈ കുറിച്ചെടുക്ക്. രാഹുൽസ് ലോ ഓഫ് മാരേജ്. സ്വയം സന്തോഷിക്കുന്ന ഭർത്താവിനെ തന്റെ ഭാര്യയും സന്തോഷിപ്പിക്കാൻ കഴിയൂ. ചേട്ടായിട്ട് ഒരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഇയാളായിട്ട് സംസാരിക്കാൻ പോലും ചേരുന്നു. ഇവനെപ്പോലുള്ള ഉപദേശകരാണ് ലൈഫിനെ ഡ്രൈ ആക്കുന്നത്. ബ്രദർ നോക്ക്, വൈവിധ്യം പ്രകൃതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ കഴിക്കുന്ന ഭക്ഷണമല്ല നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ഇന്ന് ധരിക്കുന്ന വസ്ത്രമല്ല നമ്മൾ നാളെ ധരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയല്ല 5 വർഷത്തിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത്. 5 വർഷത്തിന് ശേഷം എനിക്ക് പുതിയ വണ്ടി ഒന്നും വേണ്ടെങ്കിലോ? വേണ്ടെങ്കിൽ വേണ്ട. ഒരു ചേഞ്ചിന് വല്ലപ്പോഴും മറ്റൊരു തന്നെ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. മക്കളെ, ചുരുക്കത്തിൽ നീ ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് ഒരു ഭാര്യയെ തന്നെ ആശ്രയിക്കരുത്. അതെ, ഐഡിയ കൊള്ളാം. പക്ഷെ ഭാര്യമാർക്കും ഇതൊക്കെ ബാധകമാണ്. അല്ല, വൈവിധ്യം അവർക്കും ആവാന്ന്. ബായ് നന്നാവില്ല. ഇനി 2-3 മാസം ടൂർ ഒന്നുമില്ല. ഞാൻ ഇവിടുത്തെ ബിസിനസ് ശ്രദ്ധിക്കാൻ തന്നെ ബിസിനസ് ആക്കിക്കൂടെ? അതിന് സൈഡ് ബിസിനസ് അല്ലേ? ഈ ലോക മാന്ദ്യം പോലെ ഇതിന് വലിയ മാന്ദ്യം ഒന്നും ഇല്ല. ഇതിനൊരു പഞ്ഞുമില്ല. എന്നാ പിന്നെ ഇത് മെയിൻ ആക്കടാ. ആക്കാം, പക്ഷെ കമ്പനി ഓ, ഇതാ നിന്റെ ആയുധം. താങ്ക്സ്.